ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് പനമരം. നമ്മൾ വയനാടിന്റെ പനമരം. ഇവിടെ പക്ഷെ കണ്ണാട പൊട്ടി ചേട്ടൻ നമ്മൾ ഓ പനമരം അത് ഒന്നുകൂടി പറഞ്ഞേ. എന്ത്? വയനാടിന്റെ പൊന്നോമനപുത്രനായ പനമരം കണ്ണാട അവിടെ നിന്ന് കിട്ടിയേ. കന്നഡ മമ്മാലിയുടെ വണ്ടിയിൽ നിന്ന് നമ്മളുടെ വണ്ടിയിൽ നിന്ന് അടിച്ചു മാറ്റി, നൈസിൽ അടിച്ചു മാറ്റി പൊട്ടിയതാണ്. അടിച്ചു മാറ്റി. ഷായിൻ്റെതാണെന്ന് പറയണത്. എന്തായാലും ഇത് രണ്ടെണ്ണം ഒരേപോലെ ഉണ്ടല്ലോ. രണ്ടാളും തിരൂരിന്ന് 20 ഉറുപ്പ്യക്ക് എടുത്തതാണ്. സോ നമ്മൾ എങ്ങോട്ടാണ് ഇന്ന് പോകുന്നത്? നമ്മളിന്ന് പോകുന്നത് പനമരം. നമ്മൾ നമ്മൾ പോകുന്നത് നമ്മുടെ കാരണവരായ ഡോക്ടർ അൻഫസ് ഹസന്റെ വൈഫ് ഹൗസിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ വന്നത് എന്തിനാണ്? നമ്മളെ ടുഡേ നമ്മൾക്കൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾക്കൊരു പ്രോഗ്രാം ഉണ്ട്. ഏതാണ്? അൽഫോൺസോ കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, വയനാട്. നമ്മളിപ്പോൾ അൽഫോൺസ് കോളേജിൽ ബത്തേരി നമുക്കിന്ന് ചെറിയ പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. എൻ്റെ ഒപ്പം കൂടെ നിന്ന് പാടുന്നത് സ്വന്തം അനിയമാണ്. അനിയും രണ്ടുപേരും പാടി കൊടുത്തപ്പോൾ ഇല്ലടാ, അത് എക്സ്ക്ലൂസീവാണ്. ഇപ്പൊ എക്സ്ക്ലൂസീവാണ്. ഇപ്പൊ എനിക്കൊന്ന് രണ്ടുപേരും പാടി കൊടുക്കുന്നു. ഞാൻ ഇപ്പോൾ പാടുന്നില്ല, എൻ്റെ സൗണ്ട് ഇപ്പോൾ സീനാണല്ലേ. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? പരിപാടി നമ്മൾ ഇങ്ങോട്ട് പോകും. പരിപാടി തന്നെ ഞങ്ങളുടെ എന്താടാ ആളെ പേരെന്താ? അൻഫസ് ഹസന്റെ വൈഫ് ഹൗസിലേക്ക് നമ്മൾ പോകും. എന്നിട്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ നാളെ മറ്റന്നാളെ അതിൻ്റെ വിറ്റുന്നാ നാളെ വരും. നാളെ നമ്മൾ അൻഫസ് ഹസനായിട്ട് നമ്മൾ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വരും. അപ്പോൾ നമ്മളിത് മുന്നേ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ യാദൃശികമായിട്ടാണ് നമുക്ക് പ്രോഗ്രാം കിട്ടിയത്. അപ്പോൾ പിന്നെ നമ്മൾ രണ്ടും അറ്റൻഡ് ചെയ്തു. നമ്മളുടെ ഇപ്പോൾ ക്യാമറ ഉള്ളത് നമ്മുടെ സ്വന്തം അമീൻ ഫ്രം ടാറ്റ സ്റ്റീൽ. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? യാത്ര നല്ലൊരു ബസ്സായിരുന്നു, റോയൽ ബസ്. ഞങ്ങൾ വളരെയധികം വലിയൊരു ലാഭത്തിന് ഇരയായെന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ടിക്കറ്റിന് 850 രൂപ, 4 ആൾക്കാരുണ്ടാകുന്നു. ഒരു 3400 റേഞ്ച് ടിക്കറ്റിനായി. ആ പൈസ ഉണ്ടെന്ന് ടിക്കറ്റ് ഡീസൽ അടിച്ച് വന്നോടായിരുന്നോ? മണി കാണ്ട് ബൈ ഹാപ്പിനെസ്. പൈസ പോട്ടെ, പവർ വരട്ടെ. അതാണ് ആൾക്കാർ. ബസ് ക്യാൻ ബൈ ഹാപ്പിനെസ്. അതും സ്ലീപ്പർ ബസ്. സ്ലീപ്പർ ബസ്സിൽ നമ്മൾ വന്നു. പക്ഷെ സ്ലീപ്പറിൽ ഉറങ്ങിയ ഞാൻ ഫുൾ ടൈം ഉറങ്ങി. ഞാൻ ഉറങ്ങിയില്ല. ഇവന്റെ അടുത്തായിരുന്നു. വണ്ടിക്ക് ചെറിയ പ്രശ്നമുണ്ട്. വണ്ടി 100ന്റെ മേലെ കിടക്കുമ്പോ വണ്ടി നല്ല ഷോക്കപ്സ് ജർക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് സീനായി. 4.5 ജർക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് അല്ല വയനാട് നിന്ന് എങ്ങനെ അടി വാങ്ങുക എന്നുള്ളതാണ് ഇപ്പൊ അടുത്ത ആലോചന. അതുപോലെ അത് വന്നേക്കനെ നോക്കി എന്താ അറിയോ, ഇവിടെ OLX എടുത്തിട്ട് എടുത്തിട്ടുണ്ടേ. ഇവിടെ കാറുണ്ടാന്ന് ഇപ്പൊ വാപ്പ നോക്കാൻ പറയാന്ന് പറഞ്ഞു. വരുമ്പോ ഞാൻ എടുത്തു തരാല്ലേ പുതിയ വള്ളിയേറ്റ്. പ്ലസറും ഒരു വിഗോ അതാണ് പ്ലാനിങ്. അപ്പൊ എന്തായാലും നമുക്കിനി എന്ത് ചെയ്യാം, പരിപാടിക്ക് നമ്മൾ വീഡിയോ എടുക്കുമെന്ന് അറിയില്ല, നോക്കട്ടെ. അല്ലമീൻ ഒഴിവുണ്ടെങ്കിൽ നമുക്ക് അല്ലമീൻ ഒറ്റ സ്റ്റാൻഡാണ്, അങ്ങോട്ടും കൊണ്ട് അളകില്ല അല്ലമീൻ. അപ്പം നമ്മൾ കുറച്ചൊക്കെ എടുക്കും. ബാക്കി നമുക്ക് അൻഫസിന് വിട്ടിയെത്തിനാണ് മെയിൻ. അങ്ങനെ അപ്പം നമുക്ക് കാണാം. ഓക്കെ ബൈ. സോ നമ്മൾ ഇന്ന് പിക്ക് ചെയ്യാൻ വന്നത് വേറെ ആരുമല്ല, നമ്മളുടെ കാരണവരായ ഡോക്ടർ അൻഫസ്. അടക്കല്ലോ തയ്യൊക്കെ വെച്ചിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് കയറിയിട്ട് പിന്നെ ഈ തന്ത ഫ്രണ്ട് ചെയ്യുന്ന ഓണാക്കിയാ പടക്കൊന്നല്ലേ പടച്ചോനെ അച്ചു. ഞാന് ടെൻഷനായി, സീനായി. ടെൻഷനായിട്ട് പീക്ക് ലെവലായിട്ടോ.
റഹ്മാനായ റബ്ബ് നേരെ എടുത്തോ, അങ്ങോട്ട് കയറ്റിക്കോ. ഇവിടെ ഇവിടെ നടക്കല്ലേട്ടാ, ഫ്രണ്ടിലൊന്നും നടക്കല്ലേ. എന്നാ നിർത്തിക്കോ, ഇവിടെ നിർത്തിക്കോ. അങ്ങോട്ട് മൂട് നമുക്കില്ല. അല്ലേക്കാ ഇത് പിടിച്ചേ ഒരാള് ഇത് അവിടക്ക്. അപ്പോൾ അവിടക്ക് പറയട്ടെ. അപ്പോൾ ഗൈസ് നമ്മളിന്ന് അൽഫോൺസ് കോളേജിൻ്റെ പരിപാടിക്ക് വന്നിരിക്കുകയാണ്. അച്ചു തുറക്കാൻ ഞാൻ ഇറങ്ങി. ഏത് അതുകൊണ്ടാവും ഞാൻ വിളിക്കും. അപ്പോൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് അൽഫോൺസ് കോളേജിലേക്കാണ്. ചെറിയൊരു പരിപാടിയായിട്ട് ഞാനുണ്ട്, അതുണ്ട്, ഹനീമുണ്ട്, പുറത്ത് അൻഫസ് ഉണ്ട്, എവിടെയുണ്ട്, വീഡിയോ എടുക്കാൻ അമ്മയുണ്ട്. പിന്നെന്താ സീന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമല്ല, വലിയ കോളേജാണ്. കണ്ടപ്പോൾ എന്നെ മൂഡ് പോയി, ടെൻഷനായി. നമ്മൾക്ക് പ്രശ്നമല്ല, ഇവർക്ക് പ്രശ്നമല്ലേ. പിന്നെ കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾക്ക്. നൈസിൽ ഇങ്ങനെ ഉറക്കം വരുന്നുണ്ട്. ക്ഷീണമില്ല, സ്ലീപ്പർ എടുത്തിട്ട് വന്നു. സ്ലീപ്പർ എടുത്ത് വന്ന് ഉറങ്ങാൻ കിടന്നപ്പോൾ കൽബറ്റ് എത്തി. ഇനിയിപ്പോൾ പരിപാടി കഴിയണം. പരിപാടി ഒരു 1.5 മണിക്കൂർ പരിപാടി കഴിയും. ഇപ്പോൾ സമയം എത്രയും 11, 12 to 1:30 വരെയാണ് പരിപാടി. അത് കഴിഞ്ഞാലും നമ്മൾ പിന്നെ ഫ്രീ ആയി, പിന്നെ മൈൻഡ് ഓക്കെ. ടെൻഡർ കോക്കനട്ട് ജ്യൂസ് ഇല്ലല്ലോ ഇവിടെ. പച്ചവെള്ളം സബ്സിഡി ശുദ്ധപാനി മതിയോ? ഇതിലിപ്പോൾ ഞാൻ പരിപാടിക്ക് ഞാൻ സൈഡായി, ബോസ് കൊണ്ടുപോയി പരിപാടി. മാനേജറാണ്, അസിസ്റ്റന്റ് മാനേജർ. പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ മാനേജർ ഇതാക്കിയാൽ മതി. ആരെല്ലാം എൻക്വയറിയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാം. അക്കൗണ്ട് വേണ്ട, അത് സീൻ അക്കൗണ്ട്, എക്സ്ക്ലൂസീവ് അക്കൗണ്ടാണ്. ഹനീം തെൻപ. എന്താ ചെയ്യാ, ടെൻഷനാവണം. കൂളിംഗ് ഗ്ലാസ് ഇട്ട് എന്തിനു വെച്ചിട്ടാ പുറത്തറിയരുത്. ഉറക്കം വരുന്നതും മറ്റതും പുറത്തറിയരുത്. ഞങ്ങൾ സ്വർമ്മിട്ടിട്ട് വന്നുള്ളേ. മോമാലിയുടെ കണ്ണാടിച്ച് വന്ന് നൈസിൽ വന്നില്ല. അർമാനി അതെന്റെ അല്ലല്ലോ, എല്ലാം നമ്മൾ തന്നെ. അർമാനിയുടെ കണ്ണാടത്തിട്ട് മറ്റേ തോർത്തുമുന്നോട് തുടച്ച ആളാ. ഗ്ലാസ് എടുത്തിട്ട് തോർത്തുമുന്നോട് ഇങ്ങനെ തുടക്കുക. അൽഫസിന്റെ പറഞ്ഞാൽ നമ്മൾ തന്നെ. എവിടുന്ന മറ്റേ ബസ് കണ്ടിട്ടിരിക്കുക. ഇങ്ങോട്ടാണോ? ഇങ്ങോട്ട് വരല്ലേ അറിയും. മൂട് അൻഫസ് എന്താ അവിടെ ഇരിക്കണേ? ഇങ്ങോട്ട് വന്നോട്ടെ. അപ്പൊ നമുക്ക് ഇനി പരിപാടിയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു. ഇതിപ്പോ എന്താ ഉണ്ടായി? അവര് വിചാരിച്ച് ഇത് ഡാപ്സി കുന്നോളത്തെ ഡാപ്സിയാ, മേഡ് ഇൻ കുന്നംകുളം. ആർ യു റെഡി? ഐ ആം സൂപ്പർ റെഡി. നമുക്ക് നോക്കാം, പാടി നോക്കാം. ബാക്കി നിങ്ങൾ വീഡിയോ എടുത്തോട്ടോ. ബാക്കി നമ്മൾ വിളിക്കും. പുറത്തുനിന്ന് എല്ലാ സപ്പോർട്ടും നമ്മൾ ആക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? എന്താണ് അഭിപ്രായം? കോളേജിനെ കുറിച്ച് എന്താ അഭിപ്രായം? സംഭവം ഉഷാറാക്കിയിരിക്കുന്ന സംഭവം നമ്മൾ ഉഷാറാക്കി, അത്ര തന്നെ, വേറെ ഒന്നും പറയാം. ഈ കോളേജിന്റെ ചെയർമാൻ ആണ്. അപ്പൊ എന്താണ് ചെയർമാന് പറയാനുള്ളത് പരിപാടിനെ കുറിച്ച്? സോ ഗൈസ്, നമ്മൾ ആഫ്റ്റർ ദ പ്രോഗ്രാം ആഫ്റ്റർ ദി പ്രോഗ്രാം നമ്മൾ കുറച്ച് നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തു. അതും നമ്മളെ വയനാടിന്റെ നമ്മുടെ ചേച്ചി നമുക്ക് പേര് വിളമ്പി തരുന്നു. പേര് എന്താണ്? ഇതിന്റെ പേരെന്താ?
എനിക്കാ അല്ല ഉപ്പേരി നാം അറിയില്ല അറിയില്ല തെരിയാതെ ഇന്ത്യ അല്ല തമിഴ് അല്ല ഹിന്ദി ഹിന്ദി ഇധർ किधर अचार है इधर अचार नाम क्या है लेमन है किधर गंदे है नाम क्या है नाम इधर उसका नाम क्या है किसका नाम क्या है उसका नाम नहीं पता है नहीं पता है उसमें कडला पम्पकिन बनाना मिक्स करके बनाते हैं हाँ अच्छा और वो पेरी बोलते हैं अच्छा है बहुत अच्छा है पाइनएप्पल पाइनएप्पल पायसम उണ്ടോ പായസം എക്സ്ട്രാ extra എക്സ്ട്രാ 20 rupees that's not a that is not fair in Kerala അല്ല in no Kerala in വടക്കേയാട് പഞ്ചായത്ത് പായസം is free 1 2 3 glass is full free in some restaurant it will be extra അപ്പോൾ ഇവിടെ ഒരു പായസക്കട തുടങ്ങാം അല്ലേ സോ അങ്ങനെ പറയുള്ളത് ഇനി എന്താ ഈ ചോറിന് കൊടുക്കാക്കുള്ള മൈക്ക ഇവിടെ പഠിക്കേ ഇന്നലെ കേൾക്കുള്ളേ അത് കേൾക്കില്ല നോയിസ് ക്യാൻസലേഷൻ വാങ്ങിക്കണ്ടായിരുന്നു എന്തേലും പറയുന്ന പറയും എനിക്ക് ഭക്ഷണത്ത് കണ്ണ് കാണിയില്ല അതുകാരണം കൂളിംഗ് ക്ലാസ് പരിപാടി കഴിഞ്ഞിട്ട് നമ്മള് ഈ എരിച്ചു കൊടുത്തു ഞാൻ എരിച്ചു കൊടുത്തു ഞാനുണ്ട് അപ്പോൾ നമ്മുടെ അൻഫസിന്റെ റെക്കമെൻഡേഷൻ വഴിയാണ് നമ്മളുടെ ഈ രുചിപ്പുരയിലെത്തിയിട്ടുള്ളത്. അപ്പൊ രുചിപ്പുരല്ലേ ഇത്? ഇഞ്ചിപ്പുര അല്ല രുചിപ്പുര ആ, രുചിപ്പുര മഹ്റജ് പിടിവാക്കി രുചിപ്പുര In Hindi, Rujipura. In Kerala, രുചിപ്പുര Rujipura. ഇൻ No, തമിഴ് same, no. In Tamil, രുചിപ്പുര Rujindra. തമിഴ് അറബി No. രുചിപ്പുര Rujipura. പുഴ അങ്ങനെ പറയാം. ചേച്ചി ഗോയിങ്. അപ്പോൾ അൻഫസ് മട്ടനാണോ ഏറ്റവും തോട കുറച്ച് മതി ഇക്കയില മതി അതിലട്ടോ എനിക്കൊരു നെയ്മീൻ. നെയ്മീൻ എങ്ങനെ ഉണ്ട് പറയൂ ചേട്ടൻ പറയും. നെയ്മീൻ മസാല എല്ലാം ചെയ്യുന്നതാണ് പക്ഷേ കുറച്ചും കൂടെ നല്ലതാണ് നെയ്മീൻ അത് മുള്ളു കുറവല്ലായിരിക്കും അതിലാകുമ്പോൾ അത്യാവശ്യം മുള്ളുണ്ട് ഓ മുള്ളാണ് നമുക്ക് വേണ്ടി തൊണ്ടേനെ കുടുങ്ങിയിട്ടുള്ള ഒരു സുഖം അല്ല നമ്മള് ഇവിടെ കുറച്ച് മസാല ഇടുക. സെയിം മസാല എല്ലാം സെയിം. അപ്പോൾ നമുക്ക് ഇനി ഫുഡ് കഴിച്ച് നോക്കാം. ഓക്കെ സോ നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡ് എങ്ങനെ ഉണ്ടാകുന്നത്? ഫുഡ് കുഴപ്പമില്ല, ഏവറേജ്. വിശപ്പടക്കല്ലേ? മീന് കാണുന്നത്ര മറ്റേ നെയ്മീന് വലിയ കുഴപ്പമില്ല, ഒരു ചെറിയൊരു കയ്പ് പോലെ ഉണ്ട്. ഇത് മൊത്തം കഴിച്ചല്ലോ. പക്ഷെ വിശന്നാറിന് കഴിച്ചാണ്. പക്ഷേ വിശപ്പുള്ളപ്പോൾ നമ്മൾ രുചി നോക്കില്ലല്ലോ. പൈസ എടുത്ത് പൈസ നമ്മളെ ഡാഡി കിരിച്ച ക്രെഡിറ്റ് വെറുതെ ഇരിക്കട്ടെ. തന്തക്ക് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും ഒരു പാട്ട് പാടിയാ അത് പാട്. തന്ത ഒരു പാട്. അനീമിന് അവിടെ മധുരമില്ലാത്ത പായസം ചോദിച്ചിട്ട് കൊടുത്തില്ല. അത് സീനായി. ഈ വയസ്സായ കാലഘട്ടത്ത് മധുരമില്ലാത്ത പായസം വെക്കണ്ടവര് അത് വേണം. അതിനൊരു എന്തെങ്കിലും നമ്മള് ഷുഗർ കൂടി ഇപ്പോ ആകെ സീനായിട്ട് ഇരിക്കണം. സീനായാണ്. എല്ലാരും കണ്ണിങ്ങനെ അടയുണ്ട് ഇല്ലേ? എന്റെ കണ്ണ് അടയുന്നില്ല, ഞാൻ ഓക്കെയാ. അതൊന്ന് ഊരിയ സീനാക്ട് അത് കോമഡി ആക്കാൻ നോക്കിയില്ലേ? ഒരു ഞാൻ പറയണില്ല. നമ്മളെ വഴികാട്ടി പറയണത് നമ്മളുടെ പറയൂ ഇക്കാകയാണ്. എന്താണ് ഇനി മല കുന്ന് ഡോറയുടെ വീട്. ക്യാമറമാ ഇതുണ്ടോ? ചെളിയുണ്ടോ? നല്ല ഉറക്കം വരുന്നില്ലേ? എനിക്ക് ഉറക്കം വരില്ല കേട്ടോ. ഇത് പിടിച്ചാ എന്റെ കയ്യടെ പറയും. രണ്ട് പാട്ട് പാടിയാ മുന്തിരി പുളിക്കോലോ കിട്ടാത്ത മുന്തിരി പുളിക്കോലോ. എന്താ ഏത് മുന്തിരിയാണ്? കിട്ടാത്ത മുന്തിരി അത് ഇങ്ങനത്തെ എടക്കൽ കേസാ. അതൊന്ന് കൊറേ നടക്കാണ്ടാ വയ്യ. പോയേ സീനാണ്.
സംഭവം അടിപൊളിയൊക്കെയാണ്. പക്ഷെ കുറേ നടക്കാണ്ട്. ആ നല്ല നടക്കാണ്ട്, ടാസ്ക്കാണ്. നമ്മുടെ പഴയ റൂമൊക്കെ ഉണ്ടാവും കേട്ടോ അവിടെ നിന്ന് പോയത്. നമ്മൾ റൂം എടുത്തില്ലേ, നമ്മ കയറി കിടന്നിട്ട് ആകെ സീനാക്കിയ റൂം, ഒരു സീൻ കഥ തീർന്നില്ലേ. ചെങ്ങായിമാരാകെ പെട്ട് അവർ പറയും ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ ആർക്കും ഇങ്ങനെ ഇതുവരെ റൂം കൊടുത്തിട്ടില്ല. അത് പണ്ടിമേള തൊട്ടും മുട്ടും പോഷൻ അനിയും പാടിനൊന്ന് പാടിയാ വേണ്ട മൂടില്ല. ഈ ഹനീം എന്ന് പറഞ്ഞാൽ ഹനീം പണ്ട് മദ്രസ പഠിക്കുമ്പോൾ മറ്റാരുണ്ട് LDF അല്ലാതെ ഹനീം മദ്രസ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഡെയിലി വരും. ഡെയിലി മദ്രസ വന്നിട്ട് രാവിലെ വൈകുന്നേരം വരുമ്പോൾ ഭയങ്കര ഒരു ഉഷാറിലെ വാള് തൊപ്പിയൊക്കെ ഇട്ട് വരും. അതൊന്നൊരു 10 മിനിറ്റ് അതിനാണ് ചുമച്ച് പോണത്, കരഞ്ഞിട്ട് ചുമച്ചിട്ട്. അപ്പോൾ നമ്മളിനി അടുത്തത് ചായ സ്പോട്ട് കണ്ടെത്താൻ പോവുകയാണ്. അൻഫസ് അവിടെ 40 കിലോമീറ്റർ അപ്പുറത്തുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കിടന്ന് ചായ കുടിക്കാണ്ട് വയനാടിന് വൈഫ് ഹൗസിന്റെ അവിടെ നിന്ന് ഒരു ചായ കുടിക്കണ വെച്ചില് 40 കിലോമീറ്റർ നമുക്ക് കുറച്ച് നേരം ഇരിക്കണം, ഒരു നല്ല സ്ഥലത്ത്, വെയിലൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇരിക്കണം. അതാണ് വേണ്ടി. വേറെ ഇവിടെ ഒരു കട അല്ല, നമ്മൾക്കൊരു കാര്യം ചെയ്യാം. നല്ലൊരു ചായ കിട്ടോണ്ട് വെച്ചില്ലേ, വേണ്ട ഇനിയിപ്പോ എന്തേലും പറഞ്ഞാലോ. ഞങ്ങളൊന്നും പറയണില്ല. എന്റെ സാധനത്തിന് നമ്മൾ ഇങ്ങനെ പറയൊന്നുമില്ല. ഈ പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു. ഞാൻ ഒന്നും പറയില്ലടാ, നീ പറയേ, എന്റെ ഇത് മറന്നുപോയി. അപ്പോൾ നമ്മളിനി അടുത്ത ചായക്കട വെച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിന്ന് നേരത്തെ ഫുഡ് അടിയുടെ ശേഷം ചായ കുടിച്ചിട്ട് വന്നിരിക്കുന്നത് ബാനസുര ഡാമിൻ്റെ അടിഭാഗം. കിടിലം വ്യൂ ആണ്, കാണിച്ചു തരാം. ബായോ, ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയടാ, ഓനക്കറിയില്ല. ഓഫ്, ഏതാണ്ടാ വ്യൂ ഇടില്ലേ. ഇതാണ് നമ്മുടെ ബാനസുര ഡാമിൻ്റെ താഴ്വാരം. ആ കൈ കൊണ്ട് കാട്ടണമെന്ന് ഹിബാടെ മേത്ത് ചായ പോയി. അടത് അവിടെ നോക്കി നോക്കിയേ അല്ലേ, അങ്ങോട്ട് നോക്കി, അത് നോക്കിയേ. കിടിലം. ചിലപ്പോൾ ഫോണിൽ കിട്ടണത് പറഞ്ഞോ. എന്താ ഇബന്റെ നമ്പർ നീ അന്നൊക്കെ അന്ന് ഇവിടുന്ന് താന്തി. ആ ഇത് ഇപ്പുറത്തെ കണ്ടോട്ടില്ലേ, നേരത്തെ ഇവിടെ ഇറങ്ങിയേക്കാൻ ഹനീമുണ്ടേ. ആണയുടെ ചാണകത്തിന്റെ മണമുണ്ടല്ലോ. എന്നാ ആണ അങ്ങനെ ചാണകം അത് പറഞ്ഞില്ല അവിടേക്ക്. എന്നാ രണ്ട് വാക്ക് ഇംഗ്ലീഷിൽ ഒന്ന് വന്ന് വർത്താനം ഒന്ന് പറയും. രണ്ട് വാക്ക് ഒന്ന് എന്നെ കുറിച്ചൊന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യും. ഇവിടെ I am Haneem. Okay. I am from Vadakeghat. Okay. What you want? അതില്ല വാട്ടി വാണ്ടി. It's true. From Tirur. From Tirur. Say about your family. No. Say something about your and your friends. Sibil Bashir is a very good singer. Good singer. പിന്നെ But Adu Marat is very good photographer. You know that? നിഹാൽ അമീദിനെ വെട്ടിക്കാൻ വേണ്ടിട്ടുള്ള ഒരു സാധനമാണ്. അതൊന്ന് കാണിച്ച സാധനം കണ്ടോ. ഇത് ടയറല്ലേ എടുത്ത് ഏതെങ്കിലും എടുത്ത് 4x4 നല്ല അനക്ക വല്ല തലക്കോളണ്ട നല്ലതാ അത്രേ. ഞാൻ പറയട്ടെ, ഓനിക്ക് ഇവന്റെ കയ്യിൽ ഐഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഓനെ മറ്റേ ഒപ്പോടെ ആൻഡ്രോയിഡ് പോലെ ആക്കി തരും വീഡിയോ എടുത്ത് തന്നിട്ട്. നമ്മൾ ആലോചിക്കും ഇതെങ്ങനെ ഇതിങ്ങനെ എടുക്കണേന്ന്.
ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കും. എന്നിട്ട് ഈ വണ്ടിയുടെ ടയർ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ആകാശം മാത്രം ഉണ്ടാവും. എന്നിട്ട് അന്ന് പെരുന്നാളിന് പള്ളിക്ക് നിന്റെ ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞു. എന്നിട്ട് അതിന് എന്താ എടുത്തെന്ന് പറയുവാണ്, മിനാരം മാത്രം പള്ളിയുടെ. ഞാൻ എൻ്റെ ഒരാളുടെ തലയുടെ മേലെ എൻ്റെ തല, എന്നിട്ട് മിനാരം മാത്രം എടുത്തു കിടിലൻ ഫോട്ടോ ഒന്ന്. അത് കണ്ടെന്ന് തന്നെ ആകാശം മാത്രം കിട്ടും. അന്നെ കാണില്ല അനിമ വെറുതെ. അന്നെ മോക്കം ഉണ്ടാവില്ല, അന്നെ മോക്കം ഇങ്ങനെ നീറ്റ് വെച്ച പോലെ ഉണ്ടാവും. അവിടെ അത് നോക്കിയടാ അമ്മ, എന്റെ കാലല്ലെങ്കിലേ വലുതാ, അതല്ലേ ഒന്നുകൂടി രണ്ടാമത് വലുതാക്കി. അത് നോക്കി അപ്പൊ ആ ഫോട്ടോ കാണിച്ചു കൊടുത്തേ, ആ ഫോട്ടോ കാണിച്ചു കൊടുത്തേ, ആ ഫോട്ടോ കാണിച്ചിട്ട് ആ ഫോട്ടോ കാണിച്ചു കൊടുത്തേ. നോക്കിയേ എന്താ ഇതില് എന്റെ ഫോട്ടോഗ്രാഫി? ഇതെന്താ താറ് തന്നെയാണത്, താറിനെ പുഴുങ്ങിച്ച പോലെ ഉണ്ട് ഇതില്. എന്റെ ഫോണിൽ നിർത്തേ കരിവ് അത് വീഡിയോ എടുക്കാൻ പോകുന്നുണ്ട്. അത് വീഡിയോ എടുക്കാനൊക്കെ ഓടുന്നുണ്ട്, പക്ഷെ ഓടി മാറ്റാൻ കാരണം അതും രണ്ടാ പശു അടക്കം കുളിക്കാൻ തുടങ്ങി. നിങ്ങട് അതല്ല ഇറങ്ങിയതൊക്കെ കയറി വരണമെന്ന് ആലോചിച്ചോട്ടാ. ഓക്കെ. സൂര്യൻ കിഴക്കുദിക്കും മാണിക്കച്ചമ്പഴുക്ക ഞാനിന്ന് എടുത്തു നോക്കി. സൂര്യൻ കിഴക്കുദിക്കും മാണിക്കച്ചമ്പഴുക്ക ഞാനിങ്ങെടുത്തു വെച്ചു നിന്റെ വെറ്റിലത്താമ്പഴത്തിൽ. പോത്തിനെ വിളിപ്പിക്കട്ടെ ഓടിയിട്ട് അവിടെ നിന്ന് വന്നിട്ടേ നല്ല കഥപ്പ്. ആള് പറഞ്ഞ് പോത്തിന്റെ വീഡിയോ എടുക്കരുത് പറഞ്ഞു എന്നോട്. അതില് പോത്തിന് എന്താണ്ട് ഇത്ര അതാണ് തിരിച്ചറിയാത്തൊരു പോത്താണ്. അത് ഈ കൂളിംഗ് ഗ്ലാസ് ഇട്ടാറിന് കാണില്ല, ബ്ലാക്ക് ആയിട്ടാണ്. അപ്പൊ അത് പശുവാ കറക്റ്റ്. മനസ്സിലായി. പൊട്ടുവോ? അത് പൊട്ടിയ ഇടിയേട്ടിലേക്ക് ഒരു വണ്ടി വരും. ഇവ ജൈറ കളക്ഷനിക്ക് പോയാൽ മതി, പുത്തമ്പള്ളിക്ക് വണ്ടി ആയിട്ട് അവിടെ നിന്ന് എല്ലാം മാറ്റി വരും. ആന്റി ടെർണിഷ് ആവും, പക്ഷെ ആന്റി ടെർണിഷിന്റെ ബമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അല്ലേ? ഇല്ലല്ല ബന്റെ കാര്യം അറിഞ്ഞില്ല അല്ലേ? ഞാൻ ഒന്നുകൂടി പറയാം. ബന്റെ കാര്യേ ഞാനും ഉമ്മ ബാബിയും കൂടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടാ പുത്തമ്പള്ളിക്ക്. ബന്റെ കടറ അവിടെ ഫ്രണ്ട് വെച്ചിട്ട് ഓണടിക്കുന്ന വിളിക്കാൻ ഇപ്പൊ ഫോൺ എടുക്കില്ല. കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് പെണ്ണുങ്ങൾ വന്നപ്പോ ആള് ഫുൾ ബിസി. അല്ലെങ്കിൽ ആള് കസാര ഇങ്ങനെ ഇരിക്കണോ, പെണ്ണുങ്ങൾ വന്നപ്പോ നീച്ച് നിന്നിട്ട് അങ്ങനൊക്കെ നിന്നിട്ട് ഭയങ്കര. അപ്പൊ എന്റെ അമ്മ ഒക്കെ ഇരുന്ന് കാണുന്നുണ്ട്. എന്റെ അമ്മ പറഞ്ഞിട്ട് എന്തോ ലിപ്പിക്കല്ലേ മറ്റേ ഇത് എന്താ എന്താ ആന്റിയുടെ ഈ മാല വള ഫാൻസി പെണ്ണുങ്ങളെ തള്ളു എന്ന് പറഞ്ഞ മാതിരി തള്ളു ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംശയത്തിന് വേണ്ടിട്ട് പാട്ടാ ഇന്നത്തേതാ ഈ ഫോൺ പിടിച്ചോ. വീഡിയോ അല്ല വീഡിയോ എടുക്കുന്നത് ഈ വീഡിയോ എടുത്തിട്ടായിട്ട്. റെഡി 1 അവിടെ ഒരു മിനിറ്റ് ഇത് പിടിച്ചേ. അയ്യോ പട്ടിയോട് ഓടണ്ട, അവിടെ നിന്നോ. റെഡി 1 2 3 സ്റ്റാർട്ട്. മെല്ലോട് എന്റെ കാലും കുഴിയൊക്കെ ഉണ്ടാവും അവിടെ. അതിലെന്താ അവിടെ എന്താ കുഴിയാ? വേറെ കാര്യം എനിക്ക് വായ വരുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറും. ഈ അലിഞ്ചോസൊക്കെ ഒരേപോലെ അല്ലേ? ഒരു കഴിയൂല. ആനിറങ്ങോ? ആനിറങ്ങിയിട്ട് ചവിട്ടി കൊന്നാലൊക്കെ ദുർമരണാവും. സീനാവും. ഈ അനീമിന് പ്രശ്നമില്ല. വയസ്സായവരെ ആന വെറുതെ വിടും. പിന്നെ ആനയുടെ ചാണകം
അല്ലല്ല ആണയുടെ ചാണകം കിട്ടില്ലല്ലോ. പിന്നെ ഇപ്പൊ നമ്മളൊരു സീസൺ എടുക്കേ, നമ്മളെ വണ്ടി കയറിയില്ല, പക്ഷെ ഇതാറ് കയറി. പോട്ടെ പോട്ടെ പോട്ടെ, ബാക്കി നിന്നാ കല്ല് തെറിക്കുമോ എന്നുള്ളതാണ് ഒരു പേടി. ഇത് സുഖമായിട്ട് കയറണല്ലേ. ഒറ്റ സെക്ഷനിൽ കയറില്ല, അതാ പ്രശ്നം. നിർത്തിയിട്ടേ നിർത്താണ്ട് കയറണം. പക്ഷെ അതിൻ്റെ ടയറിനും പ്രശ്നമാവും. നോക്കിയേ, ഇതൊക്കെ എന്താ അറിയണ് പോണത് തന്നെ. അമ്മേ സോ ചില പ്രത്യേക കാരണങ്ങളാൽ നമ്മൾ വ്ളോഗ് ഇന്ന് നിർത്തിവെച്ചു. കണ്ണൊക്കെ കണ്ടില്ലേ, ഉറങ്ങിയില്ല എല്ലാവരും. ഇനി വയ്യ, വർത്താനം പറയാൻ കൂടി വയ്യ, നല്ലപോലെ ഉറക്കം റെഡി ആയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് നാളെ അല്ലേ ഏർലി മോർണിംഗ് ഉച്ചയ്ക്ക് 2 മണിക്ക് നമുക്ക് കാണാം. ശുഭരാത്രി ശുഭനിദ്ര.